ദ്രാവകാവസ്ഥയിലുള്ള യോജകകലക്ക് ഉദാഹരണം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള യോജകകലക്ക് ഉദാഹരണം ഏത്? എ. തരുണാസ്ഥി, ബി. ടെൻഡർ, സി. നാരുകല, ഡി. രക്തം. ശരിയായ ഉത്തരം രക്തം. ദ്രാവകാവസ്ഥയിലുള്ള യോജകകലക്ക് ഉദാഹരണം ഓപ്ഷൻ ഡി രക്തം. യോജകകല പ്രധാനമായും 3 വിഭാഗങ്ങളാണ്. ഒന്ന് ദ്രാവക യോജകകല, അത് രക്തം ലിംഫ്. പിന്തുണ നൽകുന്ന യോജകകല അസ്ഥി, തരുണാസ്ഥി. അവസാനമായി വരുന്നത് നാരുകല, അതായത് ടെൻഡർ, ലിഗമെൻറ്റ്. ടെൻഡർ പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു, ലിഗമെൻറ്റ് അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത്? എ. വൃക്കകൾ, ബി. കരൾ, സി. ആമാശയം, ഡി. പാൻക്രിയാസ്. ശരിയായ ഉത്തരം കരൾ. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഓപ്ഷൻ ബി കരൾ. വൃക്കകളുടെ പ്രധാന ധർമ്മം യൂറിയ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതാണ്. യൂറിയ നിർമ്മിക്കുന്നത് കരളാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? എ. ലൈസോസൈം, ബി. സലൈവറി അമീലസ്, സി. പെപ്സിൻ, ഡി. ലീപ്പേസ്. ശരിയുത്തരം എ. ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ശരിയുത്തരം ഓപ്ഷൻ എ. ലൈസോസൈം. സലൈവറി അമീലസ് അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കുന്ന രാസാഗ്നിയാണ്. പെപ്സിൻ ആമാശയത്തിൽ പ്രോട്ടീനുകളുടെ ദഹനം നടത്തുന്നു. ലീപ്പേസ് കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? എ. സ്വീഡൻ, ബി. കോട്ട് ഡി ഐവറി, സി. കൊറിയ, ഡി. സൗദി അറേബ്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോട്ട് ഡി ഐവറി. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ ബി കോട്ട് ഡി ഐവറി. ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ജൂൺ 5-നാണ് ആചരിക്കുന്നത്. 2024 ആതിഥേയ രാജ്യം കോട്ട് ഡി ഐവറിയാണ്. 2024 പ്രമേയം ലാൻഡ് റെസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡോട്ട് റെസിലിയൻസ്. ഈ ദിനം ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയുടെ നേതൃത്വത്തിലാണ് ആചരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? എ. മാഗ്ന കാർട്ട, ബി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക, സി. ഇന്ത്യൻ ഭരണഘടന, ഡി. UN ചാർട്ടർ. ഉത്തരം ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. ഇത് 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചു. ഇതിൽ 30 അനുച്ഛേദങ്ങൾ ഉൾപ്പെടുന്നു. ഡിസംബർ 10 എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷികവും പ്രത്യേകവുമായ റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷികവും പ്രത്യേകവുമായ റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? എ. രാഷ്ട്രപതി, ബി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്, ഡി. പ്രധാനമന്ത്രിക്ക്. ശരിയായ ഉത്തരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC വാർഷികവും പ്രത്യേകവുമായ റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് NHRC രൂപീകരിച്ചത്. NHRCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ വകുപ്പ് 2+1 ക്ലോസ് എ, ബി വകുപ്പ് 2+1 ക്ലോസ് സി, സി വകുപ്പ് 2+1 ക്ലോസ് ഡി, ഡി വകുപ്പ് 2+1 ക്ലോസ് എഫ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വകുപ്പ് 2+1 ക്ലോസ് സി. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിർവചിക്കുന്ന വകുപ്പ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വകുപ്പ് 2+1 ക്ലോസ് സി. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? ഓപ്ഷൻ എ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്, ബി സുപ്രീം കോടതി ജഡ്ജി, സി ഏതെങ്കിലും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഡി ഹൈക്കോടതി ജഡ്ജ്. ശരിയായ ഉത്തരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? ശരിയുത്തരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2019 ശേഷം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് എന്നിവരിൽ ഒരാൾക്ക് NHRC അധ്യക്ഷനാകാം. PSC പരീക്ഷകളിൽ 1993 യഥാർത്ഥ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ശരിയുത്തരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് ഓർമ്മിക്കുക. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആര്? കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആര്? A. DGP, B. PA 2D GP, C. DIG, D. സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ശരിയായ ഉത്തരം സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആര്? ഓപ്ഷൻ ഡി സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. വിവരാവകാശ നിയമം 2005 പ്രകാരം എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളിലും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിയമിക്കപ്പെടുന്നു. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഓപ്ഷൻ എ ഇരുമ്പ്, ബി അലൂമിനിയം, സി വെള്ളി, ഡി ചെമ്പ്. ശരിയായ ഉത്തരം അലൂമിനിയം. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഓപ്ഷൻ ബി അലൂമിനിയം. അലൂമിനിയം ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ്. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ പ്രധാന അയിര്. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? എ റൂദർഫോർഡ്, ബി ജെ തോംസൺ, സി നീൽസ് ബോർ, ഡി ജോൺ ഡാൾട്ടൺ. ശരിയായ ഉത്തരം ജോൺ ഡാൾട്ടൺ. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി ജോൺ ഡാൾട്ടൺ. ജെ തോംസൺ ഇലക്ട്രോണിക് കണ്ടെത്തുകയും പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിക്കുകയും ചെയ്തു. റൂദർഫോർഡ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി ന്യൂക്ലിയസ് മാതൃക അവതരിപ്പിച്ചു. നീൽസ് ബോർ ആറ്റത്തിൻ്റെ ഗ്രഹമാതൃക അവതരിപ്പിച്ച് ഇലക്ട്രോണുകൾ നിശ്ചിത ഊർജ്ജനിലയിൽ സഞ്ചരിക്കുന്നുവെന്ന് വിശദീകരിച്ചു. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ഓപ്ഷൻ എ ആലപ്പുഴ, ബി പത്തനംതിട്ട, സി കണ്ണൂർ, ഡി കാസർഗോഡ്. ശരിയായ ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ശരിയ ഉത്തരം ഓപ്ഷൻ ഡി കാസർഗോഡ്. ഇത് പ്രധാനമായും മാപ്പിള സമുദായവുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗത കലാരൂപമാണ്. 2023 പുറത്തിറങ്ങിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? 2023 പുറത്തിറങ്ങിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ അബ്രഹാം വർഗീസ്, ഓപ്ഷൻ ബി അനിത ദേശായി, ഓപ്ഷൻ സി അമിതാവ് ഘോഷ്, ഓപ്ഷൻ ഡി അരവിന്ദ് അഡീഗ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ എബ്രഹാം വർഗീസ്. 2023 പുറത്തിറങ്ങിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ എബ്രഹാം വർഗീസ്. കേരള പശ്ചാത്തലത്തിൽ 1900 മുതൽ 1977 വരെ നീളുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഈ നോവലിൽ പറയുന്നത്. ഓപ്രാസ് ബുക്ക് ക്ലബിൻ്റെ 100ാമത് പുസ്തകമായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെയാണ്? 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെയാണ്? ഓപ്ഷൻ എ സൗദി അറേബ്യ, ബി ഖത്തർ, സി UAE, ഡി ഒമാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി UAE. COP28 2023 നവംബർ 30 മുതൽ ഡിസംബർ 13 വരെ UAEയിൽ ദുബായിൽ നടന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുൽത്താൻ അൽ ജാബർ. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ CISF, ഓപ്ഷൻ ബി അസം റൈഫിൾസ്, ഓപ്ഷൻ സി CRPF, ഓപ്ഷൻ ഡി വിജിലൻസ്. ശരിയായ ഉത്തരം വിജിലൻസ്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിജിലൻസ്. വിവരാവകാശ നിയമം 2005 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് പൊതുവെ RTI ബാധകമല്ല. CISF, CRPF, അസം റൈഫിൾസ് എന്നിവ 2ാം പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളാണ്. വിജിലൻസ് വകുപ്പ് 2ാം പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാപനമല്ല. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിലും പക്വത പ്രാപിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിലും പക്വത പ്രാപിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ തൈറോയ്ഡ് ഗ്രന്ഥി, ബി തൈമസ് ഗ്രന്ഥി, സി അഡ്രിനൽ ഗ്രന്ഥി, ഡി ഗോണാഡുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി. T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിലും പക്വത പ്രാപിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥി. ടി ലിംഫോസൈറ്റുകൾ ശരീരത്തിൻ്റെ കോശമധ്യസ്ഥ പ്രതിരോധത്തിന് പ്രധാനമാണ്. ബി ലിംഫോസൈറ്റുകൾ അസ്ഥിമജ്ജയിൽ പക്വത പ്രാപിക്കുകയും ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാള രാജ്യം. ബി ഫാദർ ക്ലെമന്റ് പിയാനിയസ് സംക്ഷേപ വേദാർത്ഥം. സി അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം. ഡി പാറമക്കൽ തോമ കത്തനാർ വർത്തമാന പുസ്തകം. ശരിയായ ഉത്തരം അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം. തെറ്റായ ജോഡി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം. അത് തെറ്റായ ജോഡിയാണ്. ക്രിസ്തു സഭാ ചരിത്രം രചിച്ചത് ഫാദർ ക്ലെമന്റ് പിയാനിയസ് ആണ്. ക്രിസ്തു സഭാ ചരിത്രം രചിച്ചത് ഫാദർ ക്ലെമന്റ് പിയാനിയസ് ആണ്. മഹാത്മാഗാന്ധി അധ്യക്ഷനായി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? മഹാത്മാഗാന്ധി അധ്യക്ഷനായി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ സൂറത്ത് സമ്മേളനം 1907. ബി ലക്നൗ സമ്മേളനം 1916. സി ബെൽഗാം സമ്മേളനം 1924. ഡി അരിപുര സമ്മേളനം 1938. ശരിയായ ഉത്തരം ബെൽഗാം സമ്മേളനം 1924. മഹാത്മാഗാന്ധി അധ്യക്ഷനായി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ സി ബെൽഗാം സമ്മേളനം 1924. 1907 സൂറത്ത് സമ്മേളനം കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പിളർപ്പിന് പ്രസിദ്ധമാണ്. 1916 ലക്നൗ സമ്മേളനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ ഉടമ്പടി നിലവിൽ വന്നു. 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാന ഓഹരി വിപണി സൂചികയുടെ പേര് എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാന ഓഹരി വിപണി സൂചികയുടെ പേര് എന്താണ്? എ CPI. ബി WPI. സി നിഫ്റ്റി. ഡി സെൻസെക്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാന ഓഹരി വിപണി സൂചികയുടെ പേരെന്താണ്? ശരിയ ഉത്തരം ഓപ്ഷൻ സി നിഫ്റ്റി. സെൻസസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാന ഓഹരി സൂചിക. CPI എന്നാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നിവ പണപ്പെരുപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികകളാണ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥാപിതമായ വർഷം ഏത്? എ 1982. ബി 1981. സി 1990. ഡി 1991. നബാർഡ് സ്ഥാപിതമായ വർഷം. ശരിയായ ഉത്തരം 1982. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. കാർഷിക ഗ്രാമീണ വികസനത്തിന് ധനസഹായവും പുനർധനസഹായവും നൽകുന്ന ഇന്ത്യയിലെ പ്രധാന വികസന ധനകാര്യ സ്ഥാപനമാണ് നബാർഡ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.